ഒരു വൺ ഡേ മാച്ച് കണ്ട ഫീലാണ് ഇന്നത്തെ CSK വേഴ്സസ് GT മത്സരം കണ്ടപ്പം. CSK ആദ്യം ബാറ്റ് ചെയ്ത് 158 റൺസ് എടുത്തത്. അത് മറുപടി ബാറ്റിംഗ് GT വെറും 16.4 ഓവറിൽ മറികടക്കുകയായിരുന്നു. മലയാളിയുടെ സഞ്ജു സാംസൺ വെറും 11 റൺസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ആകെ കൂടി ഒരു ആശ്വാസം CSKയുടെ ഫീൽഡിങ്ങിൽ സാംസന്റെ ഒരു സ്റ്റംപിങ് ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. GT ബോളർ KK സുറബയുടെയാണ് ഇന്ന് CSKയുടെ ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിന് തകർന്നു പണിയാൻ. മുഹമ്മദ് സിറാജും KK സുറബയുടെയും നന്നായി GTക്ക് വേണ്ടി ബോൾ എറിഞ്ഞു. റബാഡ എന്നത് ഇന്ന് 24 ഓവറിൽ വെറും 25 റൺസ് മാത്രം ഇട്ട് തുടങ്ങി 3 വിക്കറ്റാണ് GTക്ക് വേണ്ടി നേടിയത്. KK സുറബയുടെ തന്നെയായിരിക്കും പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ RCBക്കെതിരെ സെഞ്ചുറി നേടിയ സായി സുദർശൻ തന്നെയാണ് ഇപ്രാവശ്യം ഗുജറാത്തിൻ്റെ ഹീറോ ആയത്. 87 റൺസാണ് പുള്ളി ഓപ്പണിംഗ് ഇറങ്ങി അടിച്ചത്. 46 പന്തിൽ 4 4 7 6 ഉൾപ്പെടെയായിരുന്നു ആ ഒരു കിടിലൻ ചേസ്. അങ്ങനെ ചെപ്പോക്കിലെ കാണികളെ നിരാശരാക്കി CSK തങ്ങളുടെ 5ാം തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ CSKയുടെ അടുത്ത മത്സരം വരുന്നത് മുംബൈ ഇന്ത്യൻസ് ആയിട്ട് തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ആയിട്ട് 103 റൺസിൻ്റെ വൻ മാർജിനിൽ പൊട്ടിയതാണ്. അപ്പോൾ ഇപ്രാവശ്യം ചെപ്പോക്കിൽ CSKയുടെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം വരുന്നത്. അപ്പോൾ മുംബൈക്കെതിരെ തങ്ങളുടെ കഴിഞ്ഞ മത്സരത്തെ തോൽവിക്ക് പ്രതികാരം വിട്ടിട്ട് നല്ലൊരു വൻ വിജയമായി തീരട്ടെ. സഞ്ജുവിന് വീണ്ടും തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.